സോ ഇതിൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ കണ്ടൻസേഷൻ മീൻസ് it is the representation of a number of people, events, meaning or things into a single one, or it denotes the concentration of a complex meaning into a simpler one. അതായത് ഒരുപാട് കാര്യങ്ങൾ condensation is the representation of many things. Okay, number of people, it may be events or meanings and things, and these are represented into single one, or this is the representation of a number of things, events, meaning into a single one. And displacement is a situation where one person or event is represented by another that stands for it by association. So ഇതാണ് കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം the situation where one person or event is represented by another. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് എന്ത് ചെയ്യുകയാണ് മറ്റൊരു കാര്യമായിട്ട്, മറ്റൊരു ഇവൻറ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളുമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഡ്രീം മെക്കാനിസത്തിൽ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ സൈക്കോളജി പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിനെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഓക്കെ, സോ ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രോസസ്സിനെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം മെക്കാനിസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെയും കണ്ടൻസേഷനെയും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫ്രോയിഡിയൻ discourse is organized mainly around the concept of sexuality. The repressed contents of the unconscious are primarily sexual desires. Freud defines man as a sexual animal. Okay, so Freudian discourse എന്ന് പറയുമ്പോൾ സൈക്കോ അനാലിസിസ് ഡിസ്കസ് ചെയ്യുമ്പം ഫ്രോയിഡ് എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ് സെക്ഷുവാലിറ്റി. ഓക്കെ, ഹ്യൂമൻ സൈക്കോളജി സെക്ഷുവാലിറ്റിയുമായിട്ട് കുറച്ചും കൂടി, സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് കുറച്ചും കൂടി അറൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ബിക്കോസ് ദ റിപ്രസ്ഡ് കോണ്ടൻറ്റ്സ് ഓഫ് അൺകോൺഷ്യസ് ആർ പ്രൈമർലി സെക്ഷുവൽ ഡിസയേഴ്സ്. സോ ഹി സേസ് ദാറ്റ് അവർ റിപ്രസ്ഡ് desires are underlying in unconscious mind. So Freud defines man as a sexual animal. സെക്ഷൽ അനിമൽ ആയിട്ടാണ് മാനിനെ ഫ്രോയിഡ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ പൊട്ടത്തരായിട്ട് തോന്നും. ആൻഡ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ സെക്ഷുവാലിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. സോ അതിൽ കുറേ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ ലോജിക്കില്ലാത്ത കാര്യങ്ങളുണ്ട്. സോ ജസ്റ്റ് ഇപ്പം നിങ്ങളുടെ സിലബസിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. പക്ഷേ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാനും കഴിയില്ല. ദെൻ ഈഡിപ്പസ് കോംപ്ലക്സ് എമേർജസ് ആസ് ദി ഫോക്കൽ പോയിൻ്റ് ഓഫ് ഫ്രോയിഡിയൻ തിയറി. സോ യു നോ വാട്ട് ഈസ് Oedipus complex or Oedipus Rex, and you know what is the story of Oedipus Rex. അപ്പോൾ ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈഡിപ്പസ് ദി കിങ് എന്ന് പറയുന്ന വേൾഡ് ഡ്രാമയുടെ തീം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അതിലെന്താ പറയുന്നത്, അതിൽ ഈഡിപ്പസ് എന്ന് പറയുന്ന രാജാവ് സ്വന്തം അച്ഛനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മുടെ ഫ്രോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കോ അനലിറ്റിക്കൽ സ്റ്റഡി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ പൊതുവേ ഗേൾസിന് കൂടുതലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം അച്ഛന്മാരോടും, ബോയ്സിന് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം അമ്മമാരോടുമാണ്. സോ അങ്ങനെ ഗേൾസിന് അച്ഛന്മാരോടുള്ള ആ ഒരു ഇൻറ്റൻസിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ ഇലക്ട്രോ കോംപ്ലക്സ് എന്നും, നേരെ തിരിച്ച് മകൻ അല്ലെങ്കിൽ ബോയ്സിന് അമ്മമാരോടുള്ള സ്നേഹത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നൊരു അനാലിസിസിലൂടെയാണ് ഫ്രോയിഡ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ലെക്കാൻസ് സൈക്കോ അനാലിസിസ്. ഓക്കെ, ദ ലെക്കാനിയൻ പ്രൊജക്റ്റ് ഈസ് ആൻ ആൻറ്റി-ഹ്യൂമനിസ്റ്റ് വൺ. ദെൻ ലെക്കാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ സെൽഫിനെ പറ്റിയാണ്. ഓക്കെ, അതായത് വാട്ട് ആം ഐ, അതായത് ഞാൻ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവിനെ കുറിച്ചാണ് ലെക്കാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹീ സ്പീക്സ് അബൌട്ട് കൺസ്ട്രക്ഷൻ ഓഫ് സെൽഫ് ഇൻ ദി മിറർ സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ.
അതായത് ഇപ്പം നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളാകുമ്പോൾ തന്നെ ഏകദേശം 3-4 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ചില കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യാനും അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, നമ്മൾ വേറെയാണ്, നമ്മുടെ പാരൻസ് വേറെയാണ്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. സോ ഹീ ഡിസ്കസസ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സെൽഫ്. ഓക്കെ, സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ആവുന്നത് ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫ്രോയിഡിൻ്റെ തിയറി പഠിച്ചപ്പം അവിടെ നമ്മൾ ഈഗോ, സൂപ്പർ ഈഗോ പഠിച്ചു. ഓക്കെ, 3 സ്റ്റേജസ് അല്ല, ഹ്യൂമൻ മൈൻഡിൻ്റെ 3 ലെവൽസ് നമ്മൾ പഠിച്ചു. ഓക്കെ, 3 സോൺസ് നമ്മൾ നോക്കി. പക്ഷേ ഇവിടെ ലക്കാൻ ചെയ്യുന്നത് ഹീ പുട്സ് ഫോർവേഡ് 3 സ്റ്റേജസ് ഇൻ റിലേഷൻ ടു ദി ഫോർമേഷൻ ഓഫ് സെൽഫ്ഹുഡ്. അതായത് സെൽഫ്ഹുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിനുള്ള മേജറായിട്ടുള്ള 3 സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിനെ 3 സ്റ്റേജസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഇമാജിനറി സ്റ്റേജ്, സെക്കൻഡ് വൺ ഈസ് സിംബോളിക് സ്റ്റേജ്, തേർഡ് വൺ ഈസ് റിയൽ സ്റ്റേജ്. സോ നമുക്കിനി ഇമാജിനറി സ്റ്റേജ് എന്താണെന്ന് നോക്കാം. സോ കഴിഞ്ഞ എക്സാമിന് 2019 റെഗുലർ സ്റ്റുഡൻസിന് ലക്കാൻ്റെ ഈ ഒരു മിറർ സ്റ്റേജാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മിറർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 3 ലെവലിലാണ് വരുന്നത്, 3 സ്റ്റേജസ് ആണ് വരുന്നത്: ഇമാജിനറി, സിംബോളിക്, റിയൽ. അപ്പോൾ സൈക്കോ അനാലിസിസിൽ നിന്ന് ഈ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇമാജിനറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോബബിൾ ഓർ വെർബൽ സ്റ്റേജ് ഇൻ വിച്ച് എ ചൈൽഡ് അറൗണ്ട് 6 to 18 months of age begins to develop a sense of separateness from its mother as well as other people and objects. However, the child's sense of sense is still incomplete. So first level എന്താ പറയുന്നത് വെച്ചാൽ, ആൻഡ് ഈ ഒരു ഇമാജിനറി സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൗണ്ട് 6 to 18 months ഓഫ് ഏജ് ഓഫ് എ ചൈൽഡ്. അതായത് ഒരു കുട്ടിയുടെ 6 മുതൽ 18 മാസം വരെയുള്ള ഒരു ഏജിനെയാണ് നമ്മൾ ഇമാജിനറി സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഹി ബിഗിൻസ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സെപ്പറേറ്റ്നെസ്. അതായത് ഈ ഒരു സ്റ്റേജിൽ, ഇമാജിനറി സ്റ്റേജിൽ കുട്ടി എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് വളർന്നു വരുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി താനും അമ്മയും വേറെ വേറെയാണ്. ഐ ആം സെപ്പറേറ്റഡ് ഫ്രം മൈ മദർ. അതായത് ഞാനും അമ്മയും വേറെ വേറെ പാർട്ടാണ്, വേറെ വ്യക്തികളാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് അതേപോലെ തന്നെ പല ഒബ്ജക്റ്റുകളെയും പീപ്പിളിനെയും ആളുകളെയൊക്കെ അവർ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, അവർ സെൻസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 4 മാസം പ്രായമുള്ള കുട്ടികളൊക്കെ എല്ലാവരുടെ അടുത്തേക്കും പോകും. ഓക്കെ, ചിലർ എല്ലാവരുടെ അടുത്തേക്കും. പക്ഷേ 6 മുതൽ 18 മാസം വരെയുള്ള സ്റ്റേജിൽ എന്താണ്, അവർ തിരിച്ചറിയും ഇതൊക്കെ ഇന്ന ആളുകളാണ്, ആരൊക്കെയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക, ആരൊക്കെയാണ് കൂടെ ഇല്ലാത്തത്, പിന്നെ ഓരോ ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെ പല കാര്യങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു പ്രായത്തിലാണ് സാധിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിംബോളിക് സ്റ്റേജ് ആണ്. ദ സ്റ്റേജ് മാർക്കിംഗ് എ ചൈൽഡ്സ് എൻട്രൻസ് ഇൻ ടു ലാംഗ്വേജ്, the ability to understand the generate symbols, in contrast to imaginary stage. Largely focused on the mother, the symbolic stage shifts attention to the father, who in Lacanian theory represents cultural norms, laws, language and power. So ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ് കുട്ടി ലാംഗ്വേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ആ ചൈൽഡ് എന്ത് ചെയ്യും, ചെറുതായിട്ട് സിംബൽസ് അല്ലെങ്കിൽ ചെറിയ സൗണ്ട്സ് മീൻസ് സിംബൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. അതായത് ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങും. ആൻഡ് ആ കാലഘട്ടത്തിൽ വേറെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാദറിനെ അല്ലെങ്കിൽ ഫാദറും മദറും ഡിഫറെൻ്റ് ആണ് എന്ന് തിരിച്ചറിയും. ആൻഡ് നമ്മൾ വീട്ടിൽ ഫോളോ ചെയ്യുന്ന കൾച്ചറും അതുപോലെ നോംസും ലോസും ലാംഗ്വേജും ഒക്കെ ഫോളോ ചെയ്യാൻ ഈ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ റിയൽ സ്റ്റേജ് ആണ്. So real stage is an unattainable stage representing all that a person is not and does not have. Both Lacan and his critics argue whether the real order represents the period before full imaginary order when child is completely fulfilled. So അതായത് ഈ ഒരു സ്റ്റേജിൽ ചൈൽഡ് എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ലിങ്ക് ആവുകയാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് അക്സെപ്റ്റബിൾ ആവുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു സിംബോളിക് സ്റ്റേജ്, അതിൽ ലാംഗ്വേജും അതുപോലെ മറ്റുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. സോ റിയൽ സ്റ്റേജിൽ ഈ ചൈൽഡ് എന്ത് ചെയ്യാണ്, റിയൽ വേൾഡുമായിട്ട്, റിയൽ എക്സ്റ്റേണൽ വേൾഡുമായിട്ട്, അതുപോലെ നമ്മുടെ ലാംഗ്വേജിനോട്, കൾച്ചറിനോട്, നോംസിനോടൊക്കെ എന്ത് ചെയ്യാണ്, അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആവുകയാണ് ചെയ്യണത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മിറർ സ്റ്റേജ്. മിറർ സ്റ്റേജ് is a central idea which Lacan uses to mark the transition from the real to the imaginary. In other words, this is a transition from nature to culture. അതായത് ഇപ്പം നമ്മൾ 3 സ്റ്റേജസ് പഠിച്ചു. ഓക്കെ, അതിൽ ഈ മിറർ സ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം റിയൽ ടു ഇമാജിനറി. റിയൽ സ്റ്റേജിൽ നിന്ന് ഇമാജിനറി ലെവലിലേക്കുള്ള ട്രാൻസിഷനാണ്, ഒരു വ്യക്തിയുടെ ട്രാൻസിഷനെയാണ് നമ്മൾ മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് ഫേസ് ചൈൽഡ് കംസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഡിഫറൻസ് വിത്ത് അതേഴ്സ്, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് മദർ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുട്ടി ഇവിടെ അല്ലെങ്കിൽ ഒരു ചൈൽഡ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ഈ ഒരു മിറർ സ്റ്റേജിൽ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഐ ആം സെപ്പറേറ്റഡ് ഫ്രം ദി എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് മദർ. അപ്പം അതുവരെ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഒരുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കുട്ടികളുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഒരു സ്റ്റേജ് വരെ, കുട്ടി ജനിച്ചൊരു സ്റ്റേജ് വരെ ആ കുട്ടിക്ക് എപ്പോഴും അമ്മയുടെ പ്രസൻസ് വേണം. അതായത് അമ്മയുടെ പ്രസൻസ് എന്ന് ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് എന്തെങ്കിലും മെൻ്റലി ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ആ കുട്ടീനെയും ബാധിക്കും. ആൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ അത് കുട്ടീനെയും ബാധിക്കും. അങ്ങനെ ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബോണ്ട് അമ്മയും കുഞ്ഞും തമ്മിലുണ്ടാവും. പക്ഷെ കുറച്ച് അങ്ങോട്ട് കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 6 മാസം മുതൽ 18 മാസം വരെയൊക്കെ ആകുമ്പം, ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ചൈൽഡ് ബിഗാൻ ടു റിയലൈസ് ഐ എം സെപ്പറേറ്റഡ് ഫ്രം മദർ ആൻഡ് പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനും തുടങ്ങും. സോ ഇതൊക്കെയാണ് സൈക്കോ അനാലിസിസിൽ മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. ദെൻ നിങ്ങളുടെ മെറ്റീരിയലിൽ കുറേ ചവറ് പോലെ വലിച്ചു വാരി ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആയൊരു പിന്നെ നിങ്ങളുടെ മെറ്റീരിയലിൽ തന്നിട്ടുള്ള കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പം നമ്മൾ ഫ്രോയിഡിൻ്റെ വർക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഇഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇഡിപ്പസ് കോംപ്ലക്സിനെ റിവീൽ ചെയ്യുന്ന കുറച്ച് ബുക്സ് നമ്മൾ നോക്കി. ഒന്ന് ഇഡിപ്പസ് റെക്സ് ആണ്, പിന്നെ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നൊരു നോവൽ കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ഇനി ഈ ഒരു ലക്കാൻ സൈക്കോ അനലിറ്റിക്കൽ തിയറിയുമായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയി നിൽക്കുന്ന ഒരു വർക്കാണ് ദ അവൈക്കനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കെയ്റ്റ് ചോപ്പിൻ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയൊരു വർക്കാണ് ദ അവൈക്കനിങ് എന്ന് പറയുന്നത്. സോ ദിസ് വർക്ക് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സാമ്പിൾ ടു വർക്ക് വിത്ത് ദി ലക്കാനിയൻ സൈക്കോ അനാലിസിസ്. സോ അത് നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. അവൈക്കനിങ് 1899 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആൻഡ് ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതുകൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.